വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ടിവിക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി.വി. പ്രസാദ് എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് കേസ്. 7 ദിവസത്തിനുള്ളിൽ വ്യാജ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ 9 പേർക്കെതിരെ കേസെടുത്തു എന്നറിയാൻ സാധിക്കുന്നു. ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ നോട്ടീസിൽ പറയുന്ന മറ്റ് വിശദാംശങ്ങൾ? അശ്വതി, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ഒപ്പം തന്നെ CPM എതിരെ ഉയർന്നു വന്നിട്ടുള്ള വലിയ വിവാദങ്ങൾ, ഇതൊക്കെ കത്തി നിൽക്കുന്നതിനിടെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കോടികളുടെ പണമിടപാട്, ഒപ്പം തന്നെ കോടികളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഭൂമി കച്ചവടത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ടർ TV നൽകിയത്. ഇത് തുടക്കം മുതൽ തന്നെ തെറ്റായ വാർത്തയാണ്, വ്യാജ വാർത്തയാണ് എന്ന് BJP സംസ്ഥാന നേതൃത്വം അറിയിച്ചതാണ്. വാർത്തയ്ക്ക് പിന്നാലെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തെത്തി പറഞ്ഞതുമാണ്. പക്ഷേ 173 കോടി രൂപയുടെ ഭൂമി കുംഭകോണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന കാലത്തൊക്കെ നടത്തിയെന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ അവരുടെ വാർത്താ മാധ്യമത്തിലും ഒപ്പം തന്നെ ടെലിവിഷനിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പ്രചരിപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കൃത്യമായ നിയമ നടപടിയിലേക്ക് BJP സംസ്ഥാന നേതൃത്വം കടക്കുന്നത്. ഏകദേശം 7ഓളം പേർക്ക്, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ 9 പേർക്കെതിരെയാണ് കൃത്യമായി ലീഗൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അത് റിപ്പോർട്ടർ ചാനലിന്റെ സ്റ്റുഡിയോ ഉള്ള എറണാകുളം കേന്ദ്രീകരിച്ച് അവരുടെ ചാനൽ, ഒപ്പം തന്നെ ആന്റോ അഗസ്റ്റിൻ മാനേജിംഗ് എഡിറ്റർ, ഒപ്പം തന്നെ ഡോക്ടർ അരുൺകുമാർ കൺസൾട്ടിംഗ് എഡിറ്റർ, സ്മൃതി പരുത്തിക്കാട് കോർഡിനേറ്റിംഗ് എഡിറ്റർ, ന്യൂസ് കോർഡിനേറ്ററായ ജിമ്മി ജെയിംസ്, കൂടാതെ തന്നെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി, തിരുവനന്തപുരം ബ്യൂറോ ചീഫ്, ഈ വാർത്ത എത്തിച്ച തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫ് TV. പ്രസാദ്, ചീഫ് റിപ്പോർട്ടർ റഹീസ് റഷീദ്, ചീഫ് റിപ്പോർട്ടറായ റോഷിപാൽ എന്നിവരടങ്ങിയ 9 പേർക്കെതിരെയാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മുംബൈ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അവരുടെ ലീഗൽ അതോറിറ്റി ഇത്തരത്തിലൊരു നോട്ടീസ് അയച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രകാരം 100 കോടി രൂപ മാനനഷ്ടം നൽകണമെന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷന്റെ പേര്, BJPയുടെ പേരടക്കം ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ, വ്യാജ വാർത്ത നൽകി അത് സംരക്ഷണം ചെയ്തു എന്നീ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമ സ്ഥാപനം ഇപ്പോൾ ഈ ലീഗൽ നോട്ടീസ് അല്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകിയിട്ടുള്ളത്. 7 ദിവസത്തിനുള്ളിൽ ഈ വ്യാജ വാർത്ത അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പിൻവലിക്കുക, കൂടാതെ തന്നെ ഈ നൽകിയിട്ടുള്ള വാർത്ത പൂർണ്ണമായും ടെലിവിഷനിൽ നിന്ന് പിൻവലിച്ച് മാപ്പ് പറയുക എന്നുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നത്. ഈ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ 100 കോടിയുടെ മാനനഷ്ട കേസ് എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ കലൂർ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് നടക്കുന്ന മെസ്സി വരും, ഇന്ന് വരും, നാളെ വരുമെന്നുള്ള പ്രചരണം, ആ കലൂർ സ്റ്റേഡിയം അടക്കം പൊളിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന പേരിൽ അത് പൊളിച്ച് കുളമാക്കിയിട്ടേക്കുന്ന സാഹചര്യം, മെസ്സിയെ കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുന്ന പശ്ചാത്തലം, ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ റിപ്പോർട്ടർ TV കേൾക്കുന്ന സാഹചര്യം, മുട്ടിൽ മരമുറി അടക്കം മരമുറി കേസിൽ വ്യാജ വാർത്തകൾ അടക്കം തുടർച്ചയായി നൽകിയതിലുള്ള വിമർശനങ്ങൾ, മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ ഉടമകൾ നടത്തുന്ന സ്ഥാപനം എന്നൊക്കെ അവരുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്ത വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള പിന്തുണ തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നേടിയ സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് BJPയെ തകർക്കാൻ അല്ലെങ്കിൽ BJP സംസ്ഥാന നേതൃത്വത്തിനെ തളർത്താനുള്ളൊരു ശ്രമം ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇടപാടുകളോ അല്ലെങ്കിൽ അതുമായി ഒരു ബന്ധമില്ലാത്ത ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് BJP സംസ്ഥാന നേതൃത്വം കടന്നിട്ടുള്ളത്. തുടർച്ചയായി BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നവർ അല്ലെങ്കിൽ BJPയുടെ ഉള്ളിലെ ഓരോ സംസ്ഥാന നേതാക്കന്മാരെയും തെരഞ്ഞുപിടിച്ച് വ്യാജ വാർത്തകളൊക്കെ തുടർച്ചയായി നൽകിയ
റിപ്പോർട്ടർ TV, ഒപ്പം തന്നെ അത്തരത്തിൽ CPM സിൻഡിക്കേറ്റ് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം CPM പ്രവർത്തകരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വളഞ്ഞിട്ട് BJP ആക്രമിക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത റിപ്പോർട്ടർ ചാനലിൽ ഉണ്ടായത്. ആ റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത വന്ന അന്നേ ദിവസം തന്നെ വൈകിട്ട് 3 മണിയോടുകൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തെറ്റായ വാർത്തയാണത്, പിൻവലിക്കണമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അന്ന് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് അടക്കമുള്ളവരും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. എന്നിട്ടും ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിലൊരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെയാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളുമായി ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം നടക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 1-2 കോടിയുടെ മാനനഷ്ടമല്ല, 100 കോടി രൂപയുടെ മാനനഷ്ടമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടങ്ങുന്ന സംഘം, അവരുടെ ലീഗൽ കമ്പനി ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനും ഒപ്പം തന്നെ ഏകദേശം 8ഓളം വരുന്ന അവരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അവരുടെ എഡിറ്റോറിയൽ ടീം അടക്കമുള്ള 8 പേർക്കെതിരെ ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരാഴ്ചത്തെ സമയമാണ്. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൽ തീർപ്പ് കൽപ്പിച്ചില്ലെങ്കിൽ മറ്റ് ബദൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. അശ്വതി, ശാലിനി, ഒരു കാര്യം, മറ്റ് മാധ്യമങ്ങളും സമാന വാർത്ത നൽകിയിരുന്നല്ലോ. അപ്പോൾ ആ മാധ്യമങ്ങൾക്കെതിരെയും ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരുങ്ങുന്നുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് മുതൽ ഒരു കെട്ടിയിറക്കിയ ആളാണ്. ഒപ്പം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അറിയില്ല, മലയാളം അറിയില്ല, അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പീക്ക് ലെവലിൽ എത്തിയ ഒരു സ്റ്റേജാണ് ഈ ഒരു വ്യാജ വാർത്ത എന്നുള്ളത്.